കേട്ടോ എന്താ അറിഞ്ഞാ എന്താ അറിഞ്ഞാ എന്താടാ? ജൂതനെ രക്ഷിക്കാനായിട്ടേ ഒരു പുതിയ രക്ഷകനെത്തി. ആര്? നമ്മുടെ കർമ്മേന്ദ്ര മാഷേ. മൂപ്പര് ഇന്നലെ രാത്രി മാളക്കാര് കയ്യേറിയ ജൂതന്റെ ഭൂമി ജൂതന് വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞ് നാടായ നാട് മുഴുവൻ പോസ്റ്റർ അടിച്ച് കണക്കല്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്നിട്ട് എന്താവാനാ, ഇപ്പൊ ഗവൺമെന്റ് പോസ്റ്ററായി കിടപ്പുണ്ട്. അല്ല, ആരോടാ കളി? പഞ്ചായത്ത് പ്രസിഡന്റ് അന്തപ്പ മോലാളിയോട്. മൂപ്പര് വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഈ TP പ്രകാശന് കർമ്മേന്ദ്ര മാഷിനോട് ചെറിയൊരു വകയുണ്ട്. ജൂതന്മാരെ സിമിത്തേരി പൊളിച്ച് മാണിക്യമാരാർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പണി സ്റ്റേ കൊടുത്ത് നിർത്തിവെപ്പിച്ചില്ലേ? ചരിത്ര സ്മാരകങ്ങൾ പൊളിച്ചു മാറ്റരുതെന്നും പറഞ്ഞു. ഈ മാളയെന്നൊക്കെ എന്തുമാത്രം സ്പോർട്സ് താരങ്ങൾ ഉണ്ടാവണ്ടെന്നറിയാമോ? അവന്റെ അമ്മയുടെ ഒരു ചരിത്ര സ്മാരകം. എന്തായാലും ജൂതനോട് പഞ്ചായത്തേറി ഇത് ചതിയല്ലേ? ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു തുണ്ട് ഭൂമിയെങ്കിലായി കൊടുത്തൂടെ? എടോ, ഇവിടെ ഒന്നും പുസ്തകം എഴുതാൻ പുറപ്പെട്ടു പോയ ജൂതനല്ല, തിരിച്ചു വന്ന ജൂതൻ എന്നും പറഞ്ഞാൽ ഈ അന്തപ്പം ഒരാളെ കേസ് കൊടുത്തിരിക്കുന്നത്. അതായത് മാളയിൽ ഇന്ന് ജൂതന്മാരാരും ജീവിച്ചിരിപ്പില്ല. വടക്ക് കിഴക്ക് 10 അടി മാറിയെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പോൾ ഇവിടെയാ കലറുണ്ടായിരുന്നത്. ആ, ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി പൊളിച്ചു മാറ്റിയതാ. ആ, പ്രാർത്ഥിച്ചോളൂ, വരൂ. അയ്യോ, ഒന്നും വേണ്ട. ഏയ്, ഞങ്ങളൊരു സന്തോഷത്തിന്. ഓ ഓ വാ. ആരോ ഒന്നിങ്ങ് വന്നേ. കർമ്മേന്ദ്ര മാഷ് ആശുപത്രിയിൽ നിന്ന് വന്നു. നമുക്കൊന്ന് അങ്ങനെ കാണണ്ടേ? വാ. സൂചി കുത്തുവതിന്നുമെന്നവകാശമീ ധരണി തലേ, വാശിയോടെ വസിച്ചിടുന്നൊരു പാണ്ഡവർക്കു കൊടുത്തിടാൻ, സൂചി കുത്തുവതിന്നുമെന്നവകാശമീ ധരണി തലേ, ഒന്നുകൂടി ഒന്ന് ചൊല്ലിയ നിങ്ങൾ. നമസ്കാരം മാഷേ. ഓ, നമസ്കാരം. വീട്ടിൽ ചെന്നപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു പറഞ്ഞു. എന്തു ചെയ്യാം മാഷേ, എതിർചേരിയിലുള്ളവർ നാട് ഭരിക്കുന്നവരായി പോയില്ലേ. കഴിവിൻ്റെ പരമാവധി പ്രതികരിച്ചു, പക്ഷേ എല്ലാം പരാജയമായിരുന്നു. എനിക്കിവിടുന്ന് സ്ഥലമാറ്റമാണ്, കുറച്ച് ദൂരത്താ. TP പ്രകാശം വക എനിക്കുള്ള സമ്മാനമാണെന്ന് കൂട്ടിക്കോ. മാഷേ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് മനന്നൊന്ന് കരയുക. അടിച്ചമർത്തപ്പെട്ടവൻ്റെ കണ്ണുനീര് ഒരിക്കൽ അഗ്നിയായി പടരുമെന്ന് മാഷല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. ദൂരെ എവിടെയായിരുന്നാലും എൻ്റെ പ്രാർത്ഥന മാഷിനോടൊപ്പം ഇന്നും ഉണ്ടാവും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് ജൂതമാഷ ഇത്. നാട്ടുകാരുടെ കണ്ണിലും നിയമത്തിനു മുന്നിലും വർഷങ്ങൾക്ക് മുമ്പ് അന്യനാട്ടിൽ നടന്ന ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ആളാണ് താങ്കൾ. ഉത്തർപ്രദേശിലൊരു വിഭാഗം ജനതയുണ്ട്, മൃതകന്മാർ എന്നാണ് അവരെ വിളിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കാൻ വിധിക്കപ്പെട്ടവർ. കൃഷിഭൂമി ജന്മിമാർക്ക് തട്ടിയെടുക്കാൻ വേണ്ടി സാധാരണക്കാരായ കൃഷിക്കാരെയാണ് ഇവർ മൃതകന്മാരാക്കുന്നത്. ഏകദേശം 10,000-ഓളം മൃതകന്മാർ ഇന്ന് ഉത്തർപ്രദേശിലുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ
ഹസ്ര ഖത്തോണി എന്ന് പറയുന്ന ഭൂ ഉടമസ്ഥത രജിസ്റ്ററിലാണ് ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത്. കടലാസിലാണ് ഹത്യ എന്നതിനാൽ പേനമതി, ചോരയും വീഴില്ല. മരിച്ച തീയതിയും മറ്റും രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ കൃഷിഭൂമിയുടെ ഉടമസ്ഥതാവകാശം മറ്റൊരാളിൽ വന്നു ചേരുന്നു. താൻ പോലും അറിയാതെ വധിക്കപ്പെട്ട മൃതകന്റെ നെട്ടോട്ടത്തിന്റെ ദൈർഘ്യം ഒരു മനുഷ്യായുസിൻ്റെതാണ്. ഇപ്പോഴത്തെ താങ്കളുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ മൃതകന്മാരിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. തോൽക്കൂന്ന് ഉറപ്പായിട്ടുള്ളൊരു കേസിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുക എന്നത് ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യക്ക് തുല്യമാണ് മാഷേ. അല്ല ബാബു, നാളത്തെ ലിസ്റ്റ് കേസിന്റെ ഫയലിംഗ് എടുത്തോളൂ. അപ്പോ ശരി. മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിന് മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നകന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി. അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്. എന്ത് അവിടെ ഇരിക്കെ? ദൂതരെ, നിങ്ങൾ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു. അതിഗംഭീരം, പ്രൗഢോജ്വലം, അതിനേക്കാൾ ഉപരി വിജ്ഞാനപ്രദവും. ഇത് എഴുതാൻ വേണ്ടി താങ്കൾ അനുഭവിച്ച യാതനയെയും അർപ്പണത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരു കാലഘട്ടത്തിൽ നിന്നും മറ്റൊരു കാലഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിന് താങ്കൾ ഉപയോഗിച്ച നിറഭേദങ്ങളുണ്ടല്ലോ, അതിമനോഹരമായിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എ മാജിക്കൽ റിയലിസം. ഇത് വെറും ഒരു പുസ്തകമല്ല, ഉത്ഖനനം ചെയ്തെടുത്ത ചരിത്രമാണ്. നാളത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഇന്നലെയുടെ ചരിത്രം. എൻ്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം വായിക്കാൻ ആകാംക്ഷ കാണിക്കുക ഒരുപക്ഷെ ജൂത സമൂഹമായിരിക്കും. അവരാണെങ്കിൽ ഇസ്രായേലിലേക്കും പോയി. പിന്നെ ഇവിടെ ശേഷിക്കുന്നത് ഒറ്റയും തെറ്റയൊക്കെ ആയിട്ട് വിരലിലുണ്ടാവുന്ന കുറച്ച്. അവർക്ക് വേണ്ടി എങ്ങനെയാണ് അച്ഛൻ നിരത്തിയ കാശ് പോലും കിട്ടില്ല മാഷെ.